എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീസ്റ്റ് മമ്മൂട്ടിയുടെ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് പുരോഗമിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും എന്താണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ബിഗിൻസ് വൺസ് ദ ഷൂട്ടിംഗ് ഈസ് കംപ്ലീറ്റഡ്. ഷൂട്ടിംഗ് എപ്പോൾ കഴിയുന്നു അവിടെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. ദ ഫിലിം ഈസ് എഡിറ്റഡ്. എഡിറ്റിംഗ് പ്രോസസ്സിനെയാണ് ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിലെ ബേസിക് എലമെൻ്റായിട്ട് കണക്കാക്കുന്നത്. എഡിറ്റിംഗ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെലക്റ്റഡ് ഷോട്ട്സ് സോ ആസ് ടു ഫോം എ സീക്വൻസ് വൈസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷോട്ടുകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് എഡിറ്റിംഗ്. ദ സീക്വൻസ് ഓഫ് ഷോട്ട്സ് ഓർ സീൻസ് when placed together make the film. It is considered to be an important aspect of film making. In the shooting script, every shot is numbered. The first cut, which is also called the rough cut or rough assembly, is the version in which the best takes of the shot are put together in order to demand by the script. ഒരു ഷോട്ട് തന്നെ നമ്മൾ പല ആവർത്തി എടുക്കും. ചിലപ്പോൾ ശരിയായില്ല എന്ന് തോന്നും, ആംഗിൾ മാറിപ്പോയെന്ന് തോന്നാം, അല്ലെങ്കിൽ അതിൻ്റെ ഇത്തിരി കൂടി ഭംഗി വരുത്തണമെന്ന് തോന്നാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഷോട്ടുകൾ ചിലപ്പോൾ ഒരേ സീനിന് വേണ്ടി എടുത്തേക്കാം. ആ എടുക്കുന്നതിൽ നിന്ന് ഏറ്റവും മികച്ചത് ഏത്, സ്ക്രീൻ പ്ലേ ആവശ്യപ്പെടുന്ന പ്രകാരം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഷോട്ട് ഏതെന്ന് സെലക്ട് ചെയ്ത് അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഈ എഡിറ്റിംഗ് പ്രോസസ്സിലെ മെയിൻ എന്ന് പറയുന്നത്. Each shot is trimmed and only the best part of the take is used. Camera errors, flash frames and other errors are removed. The trimmed or the rejected parts are stored so that it can be used if necessary. The first or rough cut is assembled rather quickly. The idea is to put together shots without worrying about the aesthetic quality or ensuring smooth transition so that the film can be seen in its totality, even though it is far from the being the final version. ചില സമയങ്ങളിൽ പല കട്ടുകളും അല്ലെങ്കിൽ പല ഷോട്ടുകളും റഫായിട്ടൊന്ന് അസംബിൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ ചിലപ്പോൾ അതിന് ഭംഗി കുറവില്ല എന്ന് തോന്നുന്ന ചില ഷോട്ടുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരെണ്ണം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരെണ്ണം പ്രശ്നമുള്ളത് വന്നാലും അല്ലെങ്കിൽ അത്ര പെർഫെക്ഷൻ ഇല്ലാത്തത് വന്നാലും ചിലപ്പോൾ എടുത്ത് കാണിക്കപ്പെടില്ല. അങ്ങനെ എടുത്ത് കാണിക്കപ്പെടാതെ ഒരു ഷോട്ട് വരികയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ ആഡായി പോകുന്നതിന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. The rough cut is actually a long version of the film, as it is not easy to add sequence that have been cut back to the original. Successive edited versions are called fine cuts. നമ്മൾ അവസാനത്തേക്ക് വെച്ച് ഇപ്പോൾ ഓരോ ഷോട്ടുകളുടെയും നമ്പേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ളതൊക്കെ റിജക്റ്റ് ചെയ്ത് അവസാനത്തെ ഫൈനലായിട്ട് വെക്കുന്നതിനെയാണ് ഫൈൻ കട്ട് എന്ന് വിളിക്കുന്നത്. Sound is an important part of film today and sound edited is an important process. Soundtracks may contain dialogue, sound effects or music. When sound editing is complete, the different tracks are edited into a one final track that is meant to be synchronized with the film track. നമ്മൾ പലതരത്തിൽ നിന്നും സൗണ്ടുകൾ ഞാൻ പറഞ്ഞല്ലോ. പാട്ട് പാടുന്നത് വേറൊരു സ്ഥലത്ത് നിന്നിട്ടായിരിക്കും. അതുപോലെ തന്നെ പാട്ടിന് വേണ്ടിയിട്ട് ചുണ്ടനക്കായിരിക്കും നായകൻ പലപ്പോഴും ചെയ്യുക. അതുപോലെ തന്നെ സൗണ്ടുകൾ ഞാൻ പറഞ്ഞു പെർഫെക്റ്റായിട്ട് അപ്പം തന്നെ സ്പോട്ട് ഡബ്ബിംഗ് നടക്കില്ല. പകരം ഡബ്ബിംഗ് പിന്നീട് ഒരു വട്ടം സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യുക. അപ്പോൾ ഈ സൗണ്ട് ട്രാക്കും ഈ വോയിസ് മോഡുലേഷനിൽ വരുന്ന ലിപ്പ് മൊമെൻറ്റും രണ്ടും കറക്റ്റായിട്ട് വരണം. ഇപ്പോൾ ഉദാഹരണത്തിന്, അമ്മേ ഞാൻ ഇന്ന് ഒരു സിനിമ കാണാൻ പോയിക്കോട്ടെ, ഇത് ഞാൻ
സിനിമയിൽ അഭിനയിച്ചപ്പോൾ എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് വന്നത്. പക്ഷെ ഡബ് ചെയ്തപ്പോൾ ഞാൻ അമ്മ ഞാൻ സിനിമയ്ക്ക് പോട്ടാ എന്ന് പറഞ്ഞ് ശരിയാവും. അപ്പോൾ എൻ്റെ ചുണ്ടനങ്ങുന്നത് കറക്റ്റ് ആവില്ല. അതിനെയാണ്, ആ കറക്റ്റീവ്നെസ്സിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. കൂടിച്ചേരുക, രണ്ടും മാച്ചായിട്ട് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് മാച്ച് ചെയ്യുന്നതിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുക. ആ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഫിലിമുമായിട്ടുള്ള കൂടിച്ചേരലാണ് ഈ സൗണ്ട് ട്രാക്കിന് വരുത്തേണ്ടത്. അത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ്. എ സിങ്ക്രണൈസർ കീപ്സ് film and soundtracks in the exact same relation to each other as the editor moves from one part of the film to another. That is, it keeps sound and visuals in sync. അത് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് വോയിസ് വരുന്നതിനോടൊപ്പം ഫിലിമും കൂടി, അതായത് വിഷ്വൽ കൂടി ആഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ആ സീക്വൻസിൽ വ്യത്യാസം വരുത്താതെ അതിനെ മാച്ച് ചെയ്യാണ് ചെയ്യുക. The fine cuts are edited until the film cut is ready. Sounds are synchronized with the visual. Once the film cut is ready and it is frozen, it is ready to be prepared for printing, which is a technical process that requires extreme care. Several prints of a film are made for distribution. നമുക്കറിയാം, നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ, അത് റെഡിയായി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സിങ്ക്രണൈസേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റുകൾ അടിക്കും. കാരണം ഒരുപാട് തിയേറ്ററുകളിലേക്ക് പോകാനുണ്ട്, എല്ലാത്തിൻ്റെയും പ്രിൻറ്റുകൾ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. അതും എക്സ്ട്രീം കെയർ വേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുക. ഇത്രയാണ് ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, മൂന്നിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എഴുതി ചേർത്താൽ ഒരു ഫുൾ എസ്സേക്കുള്ള ടോപ്പിക്കായി. നെക്സ്റ്റ് വൺ, ഡോക്യുമെൻ്ററി. Documentaries can be defined as film that portrays reality or record reality without the aim of developing a plot or story line. ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സിനിമയ്ക്ക് ഒരു കഥയുണ്ടായിരിക്കും, ആ കഥയ്ക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യാണ്. ഡോക്യുമെൻ്ററി ക്രിയേറ്റീവ് അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി ആണ്. ചിലപ്പോൾ ആക്ച്വൽ ഷോട്ട്സ് തന്നെയായിരിക്കും. ഇപ്പോൾ ഗാന്ധിജീനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ അന്നത്തെ ഒറിജിനൽ വിഷ്വൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതിനെ റീക്രിയേറ്റ് ചെയ്യാം, പക്ഷേ ആ റിയാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യപ്പെടണം. The greatest documentaries are those that have been able to explore beneath the surface the observation being made, to convey emotional overtones, the inherent drama that exists in reality, and portray the significance of the theme. തീമിന് മാച്ചാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തീമിനെ ദൃശ്യവൽക്കരിക്കുന്ന രീതിയിൽ, ആളുകളുടെ മുൻപിൽ പിക്ചറൈസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു വ്യക്തിയുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡോക്യുമെൻ്ററികളിലൂടെ സാധാരണ ചെയ്യാറ്. വൈൽ ദ ഫീച്ചർ ഫിലിം ഫോക്കസസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി പ്ലോട്ട്, ദി ഡോക്യുമെൻ്ററി ഫോക്കസസ് ഓൺ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി തീം. എന്താണോ തീം, ആ തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്? ഡോക്യുമെൻ്ററീസ് വരുന്നത്. അവിടെ ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടെത്തിക്കുകയല്ല, എത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം പുതിയതായിട്ട് കണ്ടെത്താൻ, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആശയപരമായിട്ട് കൺവേ ചെയ്യേണ്ടത്, ആ കൺവേ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത്. ദ ലാക്ക് ഓഫ് എ പ്ലോട്ട് ഈസ് ബോത്ത് എ ബൂൺ ആൻഡ് എ ഗെയിൻ. ദ ഡോക്യുമെൻ്ററി മേക്കർ ഡസ് നോട്ട് ഹാവ് എ പ്ലോട്ട് to fall back on to the ensure success. He has to rely on the strength and nature of the theme, that uniqueness or novelty that he is able to telling of the same, the presentation, structure, aptness of the visual images, innovative and creating capturing of the visual, and skilled or innovative editing to set it apart and make it interesting. The theme is the starting point from which the director or maker builds documentary. How it is interpreted and the treatment marks the difference between a mediocre
and great documentary. It is not the complexity of the theme that matters, rather how it is portrayed. The natural drama of reveal events must be captured. നിങ്ങൾ എന്ത് ആശയമാണോ നിങ്ങളുടെ ഡോക്യുമെൻ്ററിയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കണം, അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ ഇമേജസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. ദെൻ അതിന് പറ്റിയ രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ ആ ഡോക്യുമെൻ്ററി കാണുന്ന വ്യക്തിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എഡിറ്റിംഗ് ഈസ് ഓഫ് ദി utmost importance in documentary making as it shapes the piece. As there is no plot and hence no excitement or suspense to generate, the maker has the freedom to edit in new and different ways that foreign to commercial film making. സാധാരണ ഫിലിം മേക്കിങ്ങിൽ നിന്ന് ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് ഇവിടെയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആശയം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സസ്പെൻസും എക്സൈറ്റ്മെൻറ്റും ജനങ്ങൾക്കും കിട്ടാവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ. ഇതിനകത്തൊന്നും പുതിയതായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നാൽ അവരതിനെ കെയർ ചെയ്യില്ല, ശ്രദ്ധിക്കാൻ നിൽക്കില്ല. അങ്ങനെ അവർ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് വളരെ വാല്യൂഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലൂടെ ഒരുപാട് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡോക്യുമെൻ്ററീസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. He is not forced to concede on issue of chronology. Rather, he experienced the freedom of being able to play around with shot to create a new way of looking at the issue by focusing on different facts of the theme, by juxtaposition of shot and skillful use of sound. സൗണ്ടിൻ്റെയും സ്കില്ലുകൾ അദ്ദേഹം എടുത്തിട്ടുള്ള ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കാലക്രമത്തിലൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഏത് രീതിയിലൂടെ പ്രസൻറ്റ് ചെയ്താലാണോ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ അതിനെ ഓർഡറൈസ് ചെയ്യാനുള്ള, അതിനെ ക്രമപ്പെടുത്താനുള്ള അധികാരം, പൂർണ്ണമായിട്ടുള്ള അവകാശം ഇതിൻ്റെ ക്രിയേറ്റർക്കുണ്ട്. അത് തന്നെ ക്രിയേറ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, സ്വാതന്ത്ര്യമാണ്. എ ഡോക്യുമെൻ്ററി by skillful editing and incorporation of different element of film, he able to interpret in a new ways. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള എഡിറ്റിങ്ങിലൂടെ, അദ്ദേഹത്തിൻ്റെ കോഡിങ്ങിലൂടെ, അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിലൂടെ പുതിയൊരു രീതിയിൽ ആ ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം, യാതൊരു വിരോധവുമില്ല. എ ഡോക്യുമെൻ്ററി ഈസ് നോട്ട് ഡയലോഗ് സെൻട്രിക് ഓർ ഡിപ്പെൻഡൻറ്റ് ഓൺ സൗണ്ട് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ്സ് മെസ്സേജ്. It relies heavily on visual to do so. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ എപ്പോഴും സൗണ്ട് മാത്രം. ഗാന്ധിജി അന്ന് ഉപ്പ് കുറുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിനെ അദ്ദേഹം തുടക്കം കുറിച്ചു. അങ്ങനെ വിഷ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സൗണ്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ചില ഇമേജുകൾ മാത്രം കടന്നു പോയതുകൊണ്ട് കാര്യമില്ല. സൗണ്ടിൽ കോൺസെൻട്രേഷൻ വേണം, സൗണ്ടും വേണം. പക്ഷേ അതിൽ കൂടുതൽ വിഷ്വൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ വിഷ്വാലിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റും. ദ ഡയറക്ടർ റിമൈൻസ് ഇൻ ചാർജ് ആൻഡ് ഈസ് യൂഷ്വലി റെസ്പോൺസിബിൾ ഫോർ ദി സ്ക്രിപ്റ്റ് ആൻഡ് എഡിറ്റിംഗ് ടു, ആസ് ദി ത്രീ പ്രോസസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ എ ഡോക്യുമെൻ്ററി ബട്ട് ഇറ്റ്സ് മിയർലി ദി എക്സ്റ്റൻഷൻ ഓഫ് ദി അതർ. ഇവിടെ 3 രീതിയിലൊന്നും വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു ഡോക്യുമെൻ്ററി എടുക്കുമ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. പക്ഷേ എല്ലാം ഈ പറഞ്ഞ സിനിമയുടെ അത്ര ഒരു എക്സ്റ്റെൻറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും, ഇതില്ലാണ്ട് ഡോക്യുമെൻ്ററി ഇറങ്ങില്ല. പക്ഷെ അതിനെങ്ങനെ 3ആയിട്ട് തരംതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് റീൽ.
This may be considered to be the predecessor of television news. It is a type of short film which covered news and current events. Its production and screening abound in the years prior to the 1950s. These news event programs were screened in cinema halls, normally before each show. The typical newsreel in 1930s and 40s was around 10 minutes long. ന്യൂസ് റീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളെ സ്റ്റോർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സിനിമ കാണിക്കുമ്പോഴും മുൻപേ കാണിക്കും ശ്വാസകോശം സ്പാഞ്ച് പോലെയാണെന്ന് പറയുന്നതും ന്യൂസ് റീലിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരികയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. പുകവലിക്കരുത് എന്ന് പറയുന്നു. അതുപോലെയുള്ള ഒരുപാട് ആഡുകൾ നമ്മൾ കാണാറുണ്ട് ഈ സിനിമയ്ക്ക് മുൻപായിട്ട്. കല്യാണവും മറ്റുള്ളവരും കൊടുക്കുന്ന ആഡല്ലാട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെയും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആഡുകൾ സിനിമാ ഹാളുകളിൽ ഉണ്ടാവാറുണ്ട്. ഇത് പഴയ കാലത്തൊരു ട്രെൻഡായിരുന്നു. 1930, 40, 50 കാലഘട്ടത്തിലൊക്കെ ഇതൊരു രീതിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ടെലിവിഷൻ ന്യൂസ് ചാനലുകളും ന്യൂസും ടെലിവിഷനിൽ വന്നതോടുകൂടി ന്യൂസ് റീൽസ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അപ്രസക്തമായി തുടങ്ങി. The first newsreel was made by Charles Pathé in France in 1907 and it was titled Path Journal. The first newsreel for American audience, called Pathé's Weekly, was also created by him in 1911. The popularity of newsreels hit a new high with the outbreak of World War I. People were fascinated by them as they were able to portray actual visual from scenes of war. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ന്യൂസ് റീലിൽ പറയുകയാണെങ്കിൽ വിഷ്വൽസ് വരും. ബോംബിങ്ങിൻ്റെയും വെടിവെപ്പിൻ്റെയും ഒക്കെ വിഷ്വൽസ് അവർക്ക് കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ റിയൽ എലമെൻ്റ് അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻറ്റിൻ്റെ വിഷ്വലൈസേഷൻ കിട്ടാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് അതിനോട് വല്ലാത്തൊരു താല്പര്യം ഉണ്ടാവാനായിട്ട് തുടങ്ങി. In the 1920s, as all the major movie studios in US has started producing newsreels. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ക്രിയേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. The first newsreel with sound was produced in 1927 by Fox Movietone News and it recorded Charles Lindbergh's takeoff for Paris. By 1929, Hearst Metropolitan News started releasing newsreels with sound on a regular basis. Paramount News and Universal News soon joined in. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്റ്റുഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് വലിയ വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ പതുക്കെ ഓരോ സ്റ്റുഡിയോസും സ്വന്തമായിട്ട് ന്യൂസ് റീൽസ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. The rise of television and increased coverage of news by television company spelled the doom for production of newsreels. Newsreel operations were closed down and most of them sold their library for film to the broadcasters. Hearst and Universal were the last to shut down operations and did so in 1967. യൂണിവേഴ്സലും ഹേഴ്സ്റ്റും 1967 വരെ തുടർന്നു. ഏറ്റവും അവസാനം ന്യൂസ് റീൽസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്മാറിയ രണ്ട് സ്റ്റുഡിയോസാണ് ഇവർ രണ്ടുപേരും. ടുഡേയ്സ് ന്യൂസ് റീൽസ് ആർ മോർ പ്രോഗ്രാംസ് ദാറ്റ് ഫീച്ചർ എ കോമ്പിലേഷൻ ഓഫ് കറൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ന്യൂസ് ദാൻ എ ഷോർട്ട് ഫിലിം ഓർ മിനി ഡോക്യുമെൻ്ററി. ഇന്ന് ന്യൂസ് റീലിൻ്റെ പ്രാധാന്യം നശിക്കാനായിട്ടുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ടെലിവിഷൻ ചാനലുകളുടെ കടന്നുവരവും അതിലൂടെ പ്രോഗ്രാംസ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബ്രോഡ്കാസ്റ്റ് ടെർമിനോളജികളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്സെൽ എന്ന് വെച്ചാൽ എന്ത്, അതുപോലെ തന്നെ ഡിസ്ക് ജോക്കി DJ അതെന്താണ്, ഡിജിറ്റൽ റേഡിയോ എന്താണ്, അങ്ങനെ ഇവർ പറയുന്ന ഡിജിറ്റൽ മേഖലയിൽ ഉപയോഗിക്കുന്ന
ചില പദങ്ങളും അതിൻ്റെ ഉപയോഗവും അതെന്താണെന്നുള്ളതുമാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. ഫസ്റ്റ് വൺ, എയർ ചെക്ക്. എ ഡെമോ റെക്കോർഡിംഗ് meant to showcase the talent of an announcer or programmer targeted at a station. എയർ ചെക്ക് എന്ന് പറയുന്നത് ഡെമോയാണ്. എന്തിനു വേണ്ടിയിട്ട്? റെക്കോർഡ് ചെയ്തതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി. അനലോഗ് റേഡിയോ, AM എന്ന് വിളിക്കും. നമുക്കറിയാം വലിയ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള മെത്തേഡിലൂടെ എല്ലായിടത്തേക്കും എത്തുന്നതാണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് ആ ഫിക്സഡ് ഫ്രീക്വൻസിയിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് where the entire spectrum of radio frequencies is transmitted in a continuous flow of waveform data. തരംഗങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിംഗിൾ സ്റ്റേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പെക്ട്രത്തിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റേഡിയോ പ്രോഗ്രാമിനെയാണ് AM എന്ന് വിളിക്കുന്നത്. ആവറേജ് ക്വാർട്ടർ അവർ, an industry term used in the audience measurement. It has been defined as the average number of persons listening to a particular station for at least 5 minutes during a 15-minute period. 15 മിനിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിനിടയിൽ എത്ര ആളുകൾ ഒരു പ്രോഗ്രാമിൻ്റെ 5 മിനിറ്റെങ്കിലും കണ്ടു എന്നതിൻ്റെ അളവിനെയാണ് ആവറേജ് ക്വാർട്ടർ അവർ എന്ന് വിളിക്കുന്നത്. ഇത് ഓഡിയൻസ് റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഒരു ടെർമിനോളജി മാത്രമാണ്. ബാക്ക് സെൽ refers to the DJ technique where the DJ announces the title and or artist of the song he just played. അത് എന്താണിപ്പോൾ പറഞ്ഞത്, എന്താണിപ്പോൾ ചെയ്തത് എന്നുള്ളതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട അതിൻ്റേതായിട്ടുള്ള നിർദ്ദേശം. ഇപ്പോൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സിംഗ് ദ സോങ് ഫ്രം ദി മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെയുള്ള ഒരു പ്രവർത്തനമാണ്. അനൗൺസ് ചെയ്യും എന്താണ് ടൈറ്റിൽ അല്ലെങ്കിൽ ഏതാണ് നമ്മളിപ്പോൾ ചെയ്തത് എന്നുള്ളത് പറയുന്ന രീതി. ബിൽ ബോർഡ്, ഇത് അഡ്വർടൈസ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ്. എ ഷോർട്ട് അനൗൺസ്മെൻറ്റ് ദാറ്റ് ഐഡൻറ്റിഫൈസ് എ സ്പോൺസർ അറ്റ്ലീസ്റ്റ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ആൻ എലമെൻറ്റ് സച്ച് ആസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ റോഡ് ട്രാഫിക്. അതായത് ബിൽ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റിൽ ഇതിനെ വിളിക്കുന്നത് ബിൽ ബോർഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ട്രാഫിക് സിഗ്നലുകളിലും ജംഗ്ഷൻസിലൊക്കെ കാണുന്ന വലിയ ബോർഡിങ്സിനെയാണ് ബിൽ ബോർഡ്സ് എന്ന് പറയുക. പക്ഷേ ഇവിടെ പറയുന്നത് ടെലിവിഷനിൽ അല്ലെങ്കിൽ റേഡിയോയിൽ ബിൽ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സ്പോൺസറാണ്. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് ടു യു ബൈ എന്ന് പറയുന്ന ഇതിനെയാണ് ബിൽ ബോർഡ് എന്ന് പറയുന്നത്. ബ്ലോക്ക് പ്രോഗ്രാമിംഗ്, scheduling of similar programs together or time blocks featuring a particular kind of programming. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിന് 7 തൊട്ട് 8 വരെ 8 തൊട്ട് 9 വരെ ഇങ്ങനെ ടൈം ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. ബോർഡ് ഓർ കൺസോൾ എന്നും വിളിക്കും. എ ഡിവൈസ് യൂസ്ഡ് ടു കൺട്രോൾ the audio mix and output from either a live studio broadcast or recorded sources. ഒരു സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ട സൗണ്ട് പുറത്തേക്ക് പോകുന്നത് നിയന്ത്രിക്കുന്ന ഉപകരണത്തെയാണ് ബോർഡ് എന്ന് വിളിക്കുന്നത്. അത് റെക്കോർഡഡ് വോയിസ് ആവാം, ലൈവ് വോയിസ് ആവാം. ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ വോയിസ് വരുന്നുണ്ടെങ്കിൽ ആ വോയിസ് നിയന്ത്രിക്കുന്നത് ഈ ബോർഡ് എന്ന് പറയുന്ന ഉപകരണമായിരിക്കും. ബമ്പർ, a pre-recorded audio element consisting of voice over music that act as a transition to or from a stop set and other content. നേരത്തെ കൂട്ടി ഒരു കാര്യത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ബമ്പർ എന്ന് വിളിക്കുന്നത്. കോൾ ലെറ്റേഴ്സ്, ദി ഒഫീഷ്യൽ ആൻഡ് ലീഗൽ നെയിം ഓഫ് എ റേഡിയോ സ്റ്റേഷൻ. ഇപ്പോൾ റേഡിയോ മാംഗോ, ക്ലബ് FM എന്നൊക്കെ പറയുന്നതിനെയാണ് കോൾ ലെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. കോപ്പി, റിട്ടൺ മെറ്റീരിയൽ സച്ച് ആസ് കൊമേഴ്ഷ്യൽ, എ പ്രൊമോഷണൽ അനൗൺസ്മെൻറ്റ്, എ പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് or any other worded information that will be read by DJ or radio personality.
റേഡിയോ ജോക്കിയോ ഡിസ്ക് ജോക്കിയോ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി എന്തൊക്കെ അനൗൺസ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചാൽ അതിനെ ഒക്കെയും എന്തെന്നാ വിളിക്കുക? കോപ്പി എന്ന് തന്നെയാണ് പറയുക. ക്രോസ് ഫെയ്ഡ്, എ ടെക്നിക് വേർ ദ കൺട്രോൾ ബോർഡ് ഓപ്പറേറ്റർ mixes sound between two sources by fading one down while at the same time raising the volume of the second source. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനൊരു മ്യൂസിക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു മ്യൂസിക് കയറി വന്നാൽ ഈ കുറഞ്ഞ് ഇല്ലാണ്ടാവും. മറ്റേതിങ്ങനെ അതിങ്ങനെ കയറി വരും. ആ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ താഴ്ത്തുന്നത് ഇതിനെ ഉയർത്തുന്ന രീതിയെയാണ് ക്രോസ് ഫെയ്ഡ് എന്ന് വിളിക്കുന്നത്. ഡെഡ് എയർ, സൈലൻസ് ഓൺ ദി റേഡിയോ വിച്ച് ക്യാൻ ബി ഡ്യൂ ടു ഐദർ ഓപ്പറേറ്റർ എറർ, കമ്പ്യൂട്ടർ എറർ ഓർ ആൻ ആക്ട് ഓഫ് നേച്ചർ. ഏതെങ്കിലും കാരണവശാൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ സൈലൻസ് വന്നാൽ, സൗണ്ടിന് ബ്രേക്ക് വന്നാൽ, അത് ടെക്നിക്കൽ എറർ ആവാം, ക്രിയേറ്റീവായിട്ടുള്ള സൈലൻസ് ആവാം, എന്തായാലും അതിനെ വിളിക്കുന്നത് ഡെഡ് എയർ എന്നാണ്. കാരണം ആ സമയത്ത് ഒന്നും പോയിട്ടില്ല എന്നാണ് അർത്ഥം. ഡിജിറ്റൽ റേഡിയോ ട്രാൻസ്മിറ്റ്സ് ഡിജിറ്റൽ ഓഡിയോ ആൻഡ് ഡാറ്റ അനലോഗ് alongside existing AM and FM analog signal, allowing listeners to high quality sound. വളരെ ക്ലിയറും ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഡാറ്റ നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ നമുക്ക് തരുന്നതിനെയാണ് ഡിജിറ്റൽ റേഡിയോ എന്ന് വിളിക്കുന്നത്. അത് അനലോഗ് സിഗ്നൽസിനെ മാറ്റിക്കൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഹൈലി ക്വാളിറ്റിയുള്ള സൗണ്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. DJ എന്ന് വിളിക്കുന്ന ഡിസ്ക് ജോക്കി, a person who played songs on the radio and provides chatter information and other content between them. ഒരു വ്യക്തി റേഡിയോ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ട് കാര്യങ്ങളൊക്കെ തരികയും അതിനിടയിൽ ഇൻഫർമേഷൻസും അടുത്തതായി പറയാൻ പോകുന്നു യെസ് കം ഓൺ എവരിബഡി ലെറ്റ്സ് എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളിയിടുന്ന ആളെയാണ് DJ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ആ പ്രോഗ്രാമിനെ തന്നെ DJ എന്നാണ് പറയുന്നത്. കുറേ മ്യൂസിക്കും കുറേ ലൈറ്റപ്പും സെറ്റപ്പും ഒക്കെയുള്ള പരിപാടിയെ DJ എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. FCC, Federal Communications Commission, the federal agency responsible for overseeing all radio, telephone and television originated signal in the US. It issues license, rules and regulations. FCC എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ US-ലെ ടെലിവിഷൻ, റേഡിയോ, ടെലിഫോൺ സിഗ്നൽസിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. പിന്നീട് അത് ടെലിവിഷനിലേക്കൊക്കെ ലീഡ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് മാത്രം. അതിനാണ് അവിടുത്തെ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ, റെഗുലേഷൻസ് ഉണ്ടാക്കാൻ, ഓരോ TV, റേഡിയോ ചാനൽസിനൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ വരെയുള്ള അധികാരം FCCക്കാണ്. ഫ്രീ ഫോം റേഡിയോ, kind of radio programming in which the DJ has been given complete control over program content. ഏതെങ്കിലും ഒരു പ്രോഗ്രാം കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം DJ ഏറ്റെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീ ഫോം റേഡിയോ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, ഗ്രേവ്യാർഡ് ഷിഫ്റ്റ് ഓർ സ്ലോട്ട്, എ ടൈം പീരീഡ് വിത്ത് മിനിമം ലിസണേഴ്സ്. എക്സാമ്പിൾ, ഏർലി അവേഴ്സ് ഓഫ് ദി മോർണിംഗ്. ഏറ്റവും കുറവ് ആൾക്കാർ ലിസൺ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ കുറവ് ആൾക്കാർ മാത്രമുള്ള ടൈം സ്ലോട്ടിനെയാണ് ഗ്രേവ്യാർഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹുക്ക്, ദ പാർട്ട് ഓഫ് എ സോങ് വിച്ച് മേക്സ് ഇറ്റ് യുണീക്ക് ഇൻ ദി ലിസണേഴ്സ് ഇയർ. ഇറ്റ് ഈസ് എ പേ ഓഫ് ഫോർ ലിസണിങ് in a sense because it's the portion of the song the listener usually likes the most and is more apt to remember. അതിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രം തങ്ങി നിൽക്കുക മനസ്സിൽ, അല്ലെങ്കിൽ ലിസണേഴ്സിന് വേണ്ടി വീണ്ടും വീണ്ടും അതിനെ മാത്രം പ്ലേ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന ഹൂക്ക് എന്ന് പറയുന്നത്.
a portion of the song the listener usually likes the most and is more apt to remember. അവർക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ആ ഒരു ഭാഗത്തിന് നമ്മളെപ്പോഴും ഹൂക്ക് എന്നാണ് വിളിക്കുക. പ്ലേലിസ്റ്റ്, ദി ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് സോങ്സ് എ സ്റ്റേഷൻ പ്ലേസ് ഡ്യൂറിങ് എനി ഗിവൺ വീക്ക്. ഇപ്പോൾ ഒരാഴ്ച പ്ലേ ചെയ്യാനുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് പ്ലേലിസ്റ്റ് എന്ന് പറയും. അത് യൂട്യൂബിലെ വീഡിയോസിലും നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മളുടെ വീഡിയോസിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഒരാഴ്ച അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളുകൾ നിങ്ങൾക്ക് അയച്ചു തന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വീഡിയോസിന് ഒരു ലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്യും. പ്രൊഡക്ഷൻ ഡയറക്ടർ, എംപ്ലോയ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ കണ്ടന്റ്, പ്രൊമോഷണൽ അനൗൺസ്മെൻറ്റ് ആൻഡ് എനി അതർ റേഡിയോ എലമെൻറ്റ് ദാറ്റ് മസ്റ്റ് ബി ക്രിയേറ്റഡ് ഫോർ ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന എന്തും, അതൊരു പാട്ടാവാം, അതൊരു വാക്കാവാം, അതൊരു സ്റ്റോറി ആവാം, അതൊരു സ്ക്രിപ്റ്റ് ആവാം, എന്ത് റെഡിയാക്കിയാലും അതിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊഡക്ഷൻ ഡയറക്ടർ. പ്രൊഡ്യൂസർ, ദിസ് യൂഷ്വലി റെഫേഴ്സ് ടു എ പേഴ്സൺ ഹൂ കണ്ടക്ട്സ് ദ ഡേ ടു ഡേ ബിസിനസ് ഓഫ് എ റേഡിയോ ഷോ. ഇത് റേഡിയോനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. സിനിമയിൽ പണം ഇറക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ. ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് വരാറ്. ഇവിടെ പറയുന്നത് റേഡിയോ ഷോയെ സംബന്ധിച്ചിടത്തോളം ഒരു റേഡിയോ സ്റ്റേഷനിലെ ഡേ ടു ഡേ ബിസിനസ്സിനെ ഏകോപിപ്പിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാമിംഗ്, ദ ഔട്ട്പുട്ട് ഓർ പ്രോഡക്റ്റ് ഓഫ് എ റേഡിയോ സ്റ്റേഷൻ. റേഡിയോയിൽ നിന്ന് എന്ത് പുറത്തു പോകുന്നു അതാണ് പ്രോഗ്രാമിംഗ്. ദാറ്റ്സ് ഓൾ. പ്രോഗ്രാം ഡയറക്ടർ, നേരത്തെ പ്രൊഡക്ഷൻ ഡയറക്ടർ കണ്ടു, ഇനി പ്രോഗ്രാം ഡയറക്ടർ. മാനേജ്മെൻറ്റ് എംപ്ലോയി റെസ്പോൺസിബിൾ ഫോർ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ ഓഡിയോ ഔട്ട്പുട്ട് ഓഫ് എ റേഡിയോ സ്റ്റേഷൻ വിത്ത് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് അട്രാക്റ്റിംഗ് എ ലിസണിംഗ് ഓഡിയൻസ് കംപ്രൈസ്ഡ് ഓഫ് എ ടാർഗറ്റ് ഡെമോഗ്രാഫിക്. ഒരു ഡെമോഗ്രഫിയിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിലുള്ള ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന വ്യക്തി. ഇവിടെ ഞാൻ പറഞ്ഞു റേഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ഇവരെല്ലാം പറയുന്നത്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. പ്രോഗ്രാം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടെലിവിഷൻ ചാനലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടുത്തെ വിഷ്വൽ ആൻഡ് ഓഡിയോ ഔട്ട്പുട്ടിന് കാരണമായി തീരുന്ന വ്യക്തി ആരോ അയാളാണ് പ്രോഗ്രാം ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിഷ്വൽ ഇല്ലാത്ത കാരണം ഓഡിയോ ഔട്ട്പുട്ട് എന്താണോ വരുന്നത് അത് ക്രിയേറ്റ് ചെയ്യുകയും അത് മാനേജ്മെൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന, അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണ് പ്രോഗ്രാം ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. പ്രമോ, an announcement live or pre-recorded which promotes an upcoming event, promotes the station image, promotes the result of a past event or promotes any other event which benefits the station's image or activities. നമുക്കറിയാം പ്രമോ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ അത് വരാൻ പോകുന്നതിന് മുൻപ് അതിനെ മോട്ടിവേറ്റ് ചെയ്യാനും ആ പ്രോഗ്രാമിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും വേണ്ടി നടത്തുന്ന അനൗൺസ്മെൻറ്റുകളെയാണ് പ്രമോ എന്ന് പറയാറ്. PSA, പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ്. പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയുള്ള അനൗൺസ്മെൻറ്റുകളെയാണ് പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. റിം ഷോട്ട്, എ ടേം ഫോർ എ സ്റ്റേഷൻ ദാറ്റ് ട്രൈസ് ടു റീച്ച് ഔട്ട് ടു എ ലാർജർ ഓഡിയൻസ് ഫ്രം എ റൂറൽ ഓർ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ. ഒരു ഏരിയയിലുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആ ഒരു റീച്ച് കിട്ടുന്നതിനെയാണ് റിം ഷോട്ട് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആ റീച്ച് കിട്ടുന്നത് വരെയുള്ള സമയത്തിനെയാണ് റിം ഷോട്ട് എന്ന് വിളിക്കുക. സ്പോട്ട്, റേഡിയോ കൊമേഴ്ഷ്യൽ. റേഡിയോയിലൂടെ വരുന്ന എന്തിനേയും ഏത് കൊമേഴ്സ്യൽസിനെയും സ്പോട്ട് എന്നാണ് വിളിക്കുക. സൗണ്ട് ബൈറ്റ്, എ സ്നിപ്പെറ്റ് ഓഫ് റേഡിയോ യൂഷ്വലി കൾഡ് ഫ്രം എ ഇൻ്റർവ്യൂ ആൻഡ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് എ ന്യൂസ് സ്റ്റോറി. സൗണ്ട് ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ ന്യൂസ് സ്റ്റോറിയിലേക്കോ കളക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വരുന്ന സൗണ്ട്സിനെയാണ്, അതെന്ത് തന്നെ ആയാലും അതിന് സൗണ്ട് ബിറ്റ് എന്ന് തന്നെയാണ് വിളിക്കുക. സ്റ്റേജർ യൂഷ്വലി റെഫേഴ്സ് ടു എ മ്യൂസിക്കൽ ഇഫക്റ്റ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ആൻഡ് ഹോൾഡ്സ്. സ്റ്റേജർ ആർ ഗുഡ് ഫോർ
ഡ്രമാറ്റിക് എംഫസിസ്. സ്റ്റേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഒരു പ്രോഗ്രാമിന് വേണ്ട സൗണ്ട് ഇഫക്ട്സ്, അത് മ്യൂസിക്കൽ എഫക്റ്റ് ആണെങ്കിൽ ആ മ്യൂസിക്കൽ എഫക്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ്, അതിന് ഇട്ട് കൊടുക്കുന്ന വ്യക്തിയെയാണ് സ്റ്റേജർ എന്ന് സാധാരണഗതിയിൽ റേഡിയോയിൽ വിളിക്കാറ്. സ്ട്രിങ്ങർ, എ സൗണ്ട് ഇഫക്റ്റ് ഓർ മ്യൂസിക്കൽ ഇഫക്റ്റ് ദാറ്റ് പങ്ക്ച്വേറ്റ്സ് എ പഞ്ച് ലൈൻ ഓർ എംഫസൈസ് എ തോട്ട്. ഏതെങ്കിലും ഒരു സൗണ്ട് ഇഫക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇഫക്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തെ മോട്ടിവേറ്റ് ചെയ്യുകയോ അതിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വരികയോ ചെയ്താൽ അതിനെയാണ് സ്റ്റിഞ്ചർ എന്ന് വിളിക്കുക. സ്റ്റിഞ്ചറാണ്, സ്റ്റിങ്ങർ അല്ല, സ്റ്റിഞ്ചർ. സ്വീപ്പർ, സ്വീപ്പർ എന്ന് വെച്ചാൽ അടിച്ചു വരുന്ന ആളെന്നാണ്, പക്ഷേ ബ്രോഡ്കാസ്റ്റിംഗ് ടെർമിനോളജിയിൽ വേറെയാണ്. യൂഷ്വലി എ റെക്കോർഡഡ് എലമെൻറ്റ്, നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്യപ്പെട്ട എലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്വീപ്പർ. ദാറ്റ് ബ്രിഡ്ജസ് ടു സോങ്സ് ടുഗെദർ ഓർ ക്രിയേറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം കൊമേഴ്ഷ്യൽ ബാക്ക് ടു മ്യൂസിക്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു കൺജങ്ഷനല്ലേ, അതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതിയിൽ, അതിനെയാണ് സ്വീപ്പർ എന്ന് വിളിക്കുന്നത്. ഒന്നുകിൽ രണ്ട് പാട്ടുകൾ തമ്മിലുള്ള കൂടിച്ചേരലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോഴുള്ള ഇടയിലുള്ളതിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് എലമെൻറ്റിനെയാണ് സ്വീപ്പർ എന്ന് പറയാം. സിൻഡിക്കേറ്റഡ്, എ പ്രോഗ്രാം ഓഫേർഡ് ബൈ എ നെറ്റ്വർക്ക് ഓർ ആൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ഫോർ സെയിൽ ഓർ ഓൺ എ ബാർട്ടർ ബേസിസ് ടു റേഡിയോ സ്റ്റേഷൻ. ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ വിൽക്കുകയോ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കൊടുക്കുന്നു ഒന്ന് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റേഡിയോ സ്റ്റേഷന് കൊടുക്കുന്ന പ്രോഗ്രാമിനെയാണ് സിൻഡിക്കേറ്റഡ് എന്ന് വിളിക്കുക. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുക, എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് സിൻഡിക്കേറ്റഡ് എന്ന് വിളിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ ഇതോടെ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂള് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. എളുപ്പമാണ്, വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.